വെൽക്കം ബാക്ക് ടു അദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. നിങ്ങൾ എല്ലായിടത്തും ഒത്തിരി നന്ദിയുണ്ട്. ഇങ്ങനെ കുട്ടി ഇന്ന് 35ാമത്തെ വീക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്, നാളെ 36ലേക്ക് കിടക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന ഇല്ലാതെ ഇത് ഉറപ്പായിട്ട് നടന്നിരിക്കൂല. കാരണം ചെറിയൊരു കോംപ്ലിക്കേഷൻ വന്നപ്പം നമ്മളെല്ലാവരും ലൈക്ക് ഡെലിവറി നേരത്തെ ആയിരിക്കും എന്ന് പ്രതീക്ഷയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആയിട്ടില്ല. ദൈവം സഹായിച്ച് എന്തായാലും എനിക്ക് 35ാമത്തെ വീക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നാളെ തൊട്ട് 36ലേക്ക് കിടക്കുകയാണ്. വീണ്ടും ഇനി അങ്ങോട്ട് ഡെലിവറി ആവുന്നവരെ ആയാലും ആയ ശേഷവും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഓക്കെ. കുട്ടിക്ക് ഫൈനൽ കോൾ വന്നു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അതില് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. മീൻസ് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ഹോസ്പിറ്റലില് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ട മസ്റ്റ് ഹാവ് ഒരു സാധനം ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുട്ടർ പാസ്, നമ്മുടെ ഇൻഷുറൻസ് കാർഡ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ മുട്ടർ പാസ് ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ വൈറ്റൽസ് എല്ലാം ത്രൂ ഔട്ട് പ്രഗ്നൻസി എഴുതി ഒരു ബുക്ക് നമുക്ക് തരും. അതിനെ ഇവിടെ മുട്ടർ പാസ് എന്നാണ് പറയുന്നത്. നാട്ടിലും ഈ സംഭവം ഉണ്ട്, ഇവിടെ അതിനെ മുട്ടർ പാസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹോൾ ബുക്കിലും നമ്മളുടെ എല്ലാ വൈറ്റൽസും ഈ പ്രഗ്നൻസി ജേർണിയിലുള്ള നമ്മുടെ എല്ലാ BP, ഷുഗർ എന്തൊക്കെയുണ്ടോ എല്ലാം ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാ വാല്യൂസും ഇതിൽ അവരെഴുതിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ പോകുമ്പോൾ ആദ്യം നമുക്ക് മസ്റ്റ് ഹാവ്, ആദ്യം ഇവർ ചോദിക്കുന്ന ഇത് തന്നെയാണ്, മുട്ടർ പാസും പിന്നെ ദാണ്ട് ഈ സാധനം ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും. ഇത് രണ്ടും മസ്റ്റ് ഹാവ് ആണ്. വേറെ എന്ത് പറഞ്ഞാലും ഇത് രണ്ടും മാത്രം ഒരിക്കലും മറക്കരുത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും മസ്റ്റ് ഹാവ് ആണ്. പിന്നെ ഉള്ള മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. ഇപ്പൊ 2 പാസ്പോർട്ട് ഉണ്ട്, ഒന്ന് എന്റേതും ഒന്ന് കെട്ടിയോണ്ടേ. അപ്പൊ 2 പേരുടെ പാസ്പോർട്ടും മസ്റ്റ് ഹാവ് ആണ്. ഓക്കെ. പിന്നെ വേണ്ട നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതും മസ്റ്റ് ഹാവ് ആണ്. ഓക്കെ. മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വേണ്ടത് എന്റെയും എന്റെ കെട്ടിയന്റെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. 2 പേരത് മസ്റ്റ് ഹാവ് ആണ്. ഓക്കെ. അപ്പൊ ഇതും വേണം, നമ്മൾ കരുതിയേക്കണം. ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവർ ചോദിക്കും, അപ്പൊ നമ്മളിത് കരുതിയേക്കണം. പക്ഷെ ഇതിലൊന്നും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനം എന്ന് പറയുന്നത് മുട്ടർ പാസും ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും. അത് മസ്റ്റ് ഹാവ് ആണ്. പിന്നെ ഇത് രജിസ്ട്രേഷൻ ഫോമിന്റെ ഒരു കോപ്പിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ആക്ച്വലി ഇത് മസ്റ്റ് ഹാവ് ഒന്നും അല്ല, ഞാനൊരു സേഫ്റ്റിക്ക് ഇങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ. ആക്ച്വലി ജർമ്മനിയിലാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ 25th വീക്ക് കഴിഞ്ഞിട്ട്, നോർമലി 36 to 37 വീക്കാണ്. 25th വീക്ക് കഴിഞ്ഞിട്ട് തൊട്ടേ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ രജിസ്റ്റർ ചെയ്തത് 28th വീക്കാണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിടണം. അപ്പം നമുക്ക് പെട്ടെന്ന് കയറി ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി ചെന്ന് പെയിനോ അങ്ങനെ എന്തെങ്കിലും വരികയാണ്, ഡെലിവറി പെയിൻ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയറി ചെല്ലാം. സോ നമ്മൾ ഓൾറെഡി എല്ലാവരും രജിസ്റ്റർ ചെയ്തിടണമെന്നാണ് ഡെലിവറിക്ക് മുമ്പേ. സോ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ഫോമാണ് ഇത്. അപ്പം ഇത് ആക്ച്വലി മസ്റ്റ് ഹാവ് അല്ല, ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതാണ് ആ സംഭവം. പിന്നെ അവസാനമായിട്ട് വേണ്ടത് എന്റെ വിസ കാർഡാണ്. അപ്പൊ ഇതും മസ്റ്റ് ഹാവ് ആണ് ആക്ച്വലി. ഓക്കെ. ഇത്രയും ഞാൻ കാണിച്ചാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് മുട്ടർ പാസും ഇൻഷുറൻസ് കാർഡുമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ. ഇത് രണ്ടും മസ്റ്റ് ഹാവ് ആണ്. വേറെ എന്ത് മറന്നാലും കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ പോയിട്ട് ഇങ്ങനെ നാട്ടിലത്തെ പോലെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മീൻസ് പറ്റില്ല. സോ പെയിന് വരുമ്പോൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതും ഡെലിവറി പെയിനിലേക്ക് 1 മിനിറ്റിന് ഒരിക്കൽ പെയിന് വരുമ്പോഴേ നമുക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ, ലൈക്ക് ഡെലിവറി വാർഡിലേക്ക് കയറ്റത്തുള്ളൂ. അതിന് മുമ്പ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പൊ ഞാനിപ്പോ വിചാരിച്ചേക്കുന്നത്, നമ്മൾ പോകുമ്പോൾ തന്നെ എല്ലാ സാധനവും ഇങ്ങനെ വലിച്ചു വാരിയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റൽ ബാഗ് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുപോവുക. സോ ഞാൻ വിചാരിച്ചേക്കുന്നത് ഈ ഹോസ്പിറ്റൽ ബാഗിലെ സാധനങ്ങളൊക്കെ ലൈക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനം ഞാൻ കൊണ്ടുപോയിട്ട് ബാലൻസ് കെട്ടിയവൻ വരുമ്പോ കെട്ടിയവന്റെ അടുത്ത് പതുക്കെ കൊണ്ടുവരാൻ പറയാം എന്നാണ് കുട്ടി വിചാരിച്ചേക്കുന്നത്. എല്ലാം ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകണ്ടല്ലോ എന്ന്. ഞാനല്ല ചുമക്കുന്നത്, പക്ഷെ എന്നാലും ഓക്കെ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. സോ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനം ഞാൻ ഓൾറെഡി അത്യാവശ്യമായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ബട്ട് അതൊന്നും സെലക്റ്റീവായിട്ട് എടുത്ത് കൊണ്ടുപോകാം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആവശ്യം മീൻസ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ, ഇപ്പൊ കെട്ടിയവൻ എടുത്തിട്ട് വരാൻ എളുപ്പമായിരിക്കുമല്ലോ, മീൻസ് കിടന്ന് തപ്പണ്ടല്ലോ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. സോ ഇതിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത്രയും മസ്റ്റ് ഹാവ് ആണ്, വേണം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഹോസ്പിറ്റൽ ബാഗ് അൺബോക്സ് ചെയ്യാം. സോറി, അൺബോക്സ് അല്ല, നമുക്ക് എന്താണെന്ന് നോക്കാം.
ആദ്യം തന്നെ എന്റെ ഫീഡിങ് ഡ്രസ്സാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ലൈക്ക് തെമ്മൂല് ഞാനിത് മേടിച്ച ലിങ്കും കാര്യങ്ങളും ഒക്കെ ഇതിന് മുമ്പിലത്തെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരത് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു ഫീഡിങ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തതും ഫീഡിങ് ഡ്രസ്സാണ്. ഞാനൊരു 4 ജോഡി ഫീഡിങ് ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. മീൻസ് 3 ജോഡി ഹോസ്പിറ്റലിലും ബാലൻസ് ഒരെണ്ണം ഉള്ളത് ഹോസ്പിറ്റൽ ടു ഹോം ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അങ്ങനെ ഞാനൊരു 4 ജോഡി ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. പക്ഷെ ഇത് 4 ഫീഡിങ് ഓപ്ഷൻസ് ഉള്ളതാണ്. അത് നമ്മൾ നോക്കി വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇത് രണ്ടാമത്തെ, ഇത് ദാണ്ട മൂന്നാമത്തെ ഡ്രസ്സ്, പിന്നെ ഇത് 4. ഓക്കെ, അങ്ങനെ 4 ജോഡി ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. പിന്നെ ടവലും വേണം. ഓക്കെ, ഇത് എന്റെ ടവലാണ്. സോ അങ്ങനെ ടവലും കരുതിയിട്ടുണ്ട്. പിന്നെ ഒരു സ്വെറ്റർ കരുതിയിട്ടുണ്ട്. ആക്ച്വലി തണുപ്പായിരുന്നാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ആക്ച്വലി ഇതിൽ കാണുന്ന പകുതിയല്ല, മിക്കവാറും ലൈക്ക് ഒരു 95% പ്രോഡക്റ്റ് നിങ്ങൾ ഓൾറെഡി വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. തെമ്മു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, തെമ്മു ഹോള്. അതിന്നാണ് മേടിച്ചത്. മാക്സിമം എല്ലാം തെമ്മുവിനാണ് വാങ്ങിയത്. കാണാത്തവരൊന്ന് പോയി ഒന്നുകൂടെ ഞാൻ പറയുക, ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഇതും ഞാൻ ജസ്റ്റ് ഇത് ഒരു സേഫ്റ്റിക്ക് കരുതുന്നേ ഉള്ളൂ. കാരണം അവിടെ എങ്ങനെ ഹീറ്റർ ഇടുവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. മാക്സിമം ഇടുവായിരിക്കും. ഇപ്പൊ ഇരിക്കുന്ന ക്ലൈമറ്റ് ഓട്ടം ക്ലൈമറ്റ് ആണ്. അപ്പൊ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് സ്പ്രിങ്ങിന്റെ ഒക്കെ. അപ്പോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സേഫ്റ്റിക്ക് ഇതൊന്നും കരുതുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു സ്വെറ്റർ. പക്ഷെ അത് വിന്റർ, ഇതിപ്പം സ്പ്രിംഗ് ആണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ വിന്റർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ജാക്കറ്റ് എന്തെങ്കിലും ലൂസ് ടൈപ്പ് ജാക്കറ്റ്, ഫ്രണ്ട് ഓപ്പൺ ജാക്കറ്റ് എന്തെങ്കിലും കരുതിയേക്കുക. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഉള്ളത് ഈ ബാഗാണ്. ഈ ബാഗ് കാണുമ്പോൾ ഇതിന്റെ അകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. അപ്പം ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഒരു മിനിറ്റ്. ഇതിന്റെ അകത്ത് വേറെ ഒന്നുമല്ല, എന്റെ നഴ്സിംഗ് ബ്രാസ് ആണ് ഞാൻ വച്ചേക്കുന്നത്. മറ്റേതിന്റെ കൂടെ ലൈക്ക് എല്ലാം ഇങ്ങനെ അലിക്കുൽത്തി വാരി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ബാഗിൽ പാക്ക് ചെയ്തേ ഉള്ളൂ. അപ്പം അതും പിന്നെ കൊച്ചിന് യൂസ് ചെയ്യേണ്ട ഫേസ് ടവലാണ്. ഇത് കോട്ടൺ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു 2-3 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അതും മസ്റ്റ് ഹാവ് ആണ്. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ ഈ ബാഗിന്റെ അകത്ത്. ഞാനൊരു 4 നഴ്സിംഗ് ബ്രാ എടുത്തിട്ടുണ്ട്. മീൻസ് 3 എണ്ണം നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാനും 1 എണ്ണം നമുക്ക് ബാക്ക് ടു ഹോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളതിൽ ഇതാണ്. ഇത് ആക്ച്വലി ഇതും ഞാൻ തെമ്മൂന് മേടിച്ചാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇടാൻ വിട്ടുപോയ, മറന്നു, അല്ല ലേറ്റ് ആയിട്ട് വന്നതാണ്. ഇത് ഡെലിവറി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്ത. ഇത് ആക്ച്വലി നമുക്ക് പാഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ചാർജർ അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ച് നമുക്ക് ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. ലൈക്ക് ഒരു ഓർഗനൈസർ പോലെ ഞാൻ മേടിച്ചതാണ്. അപ്പൊ ഞാനിതിൽ കുറച്ച് പാഡ്സും പിന്നെ ബ്രസ്റ്റ് പാഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ എക്സ്ട്രാ വച്ചേക്കുന്നേ ഉള്ളൂ. കാരണം നമുക്ക് ആവശ്യമായ പാഡ്സും എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. സോ പാഡ്സ്, പാൻറ്റീസ് എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കത് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഞാൻ എക്സ്ട്രാ ഒന്ന് വെച്ചേക്കുന്നതേ ഉള്ളൂ. കാരണം അത് കംഫർട്ട് ആയിരിക്കോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ കേട്ടത് വെച്ചിട്ട് അത് മച്ച് കംഫർട്ടബിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ സ്റ്റിൽ ഞാൻ ഒരു സേഫ്റ്റിക്ക് വച്ചേക്കുന്നതേ ഉള്ളൂ. പാഡ്സും ബ്രസ്റ്റ് പാഡ്സും മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ. അത് പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പാഡ്സ് പ്രൊവൈഡ് ചെയ്യും എന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇതില് ബ്രസ്റ്റ് പാഡ്സും ആണ് ഞാൻ വച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് കുഞ്ഞു എംടി ബോട്ടിൽസിൽ നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ കൊണ്ടുപോകാൻ. അപ്പൊ അതാണിത്. ഞാൻ ആക്ച്വലി മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനി പിന്നെ ഞാൻ വേറെ അങ്ങനെ ആ ഒരു ടൈം നമുക്ക് അങ്ങനെ ഇടാൻ തോന്നത്തില്ലല്ലോ, അതാണ് സത്യം. കാരണം ഞാൻ എങ്ങനെ കിടപ്പായിരിക്കും, എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ലൈക്ക് പിന്നെ ഹെയർ ബാൻഡ് എടുക്കാം, കോംബ് എടുക്കാം, പിന്നെ നിങ്ങൾക്ക് സിറം എടുക്കാം, ഹെയർ സിറമോ അങ്ങനെ നിങ്ങൾ എടുക്കാം. പക്ഷെ ഇതെല്ലാം പെർഫ്യൂം ഇല്ലാത്തതായിരിക്കണം. അത് നിങ്ങൾ മസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കണേ. ന്യൂ മോംസ് ഒക്കെ ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പേ പാക്ക് ചെയ്യുന്ന എല്ലാ സാധനത്തിലും വിത്തൗട്ട് പെർഫ്യൂം ആയിരിക്കണം. അത് മസ്റ്റ് ആണ്. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എടുക്കാം കുറെ സമയം. പക്ഷെ ഞാൻ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോകുന്ന എന്റെ ഹെയർ ബണ്ണും പിന്നെ കോമ്പും ഇത് മാത്രമായിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും. വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇത് തന്നെ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ അവസ്ഥയിലായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് അറിഞ്ഞുകൂടാ. സോ എന്തായാലും ചുമ്മാ എടുത്ത് സേഫ്റ്റിക്ക് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെയർ സിറം എടുക്കാം, ബോഡി ലോഷൻ എടുക്കാം, എന്ത് വേണോ എടുക്കാം. ഓക്കെ, അതൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല. മാക്സിമം ഒരു 3 days ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുള്ളൂ എന്നതാണ് എന്റെ ഒരു വിശ്വാസം. നോർമലി ഇവിടെ അങ്ങനെയാണ്, 3 days ആയിരിക്കും മാക്സിമം. നോർമൽ ഡെലിവറി ആണെങ്കിൽ. സിസേറിയൻ ആണെങ്കിൽ ലൈക്ക് ഡിപ്പെൻസ് ആണ് എത്ര ദിവസം എന്നുള്ളത്, കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ ഞാനിപ്പം മാക്സിമം 3 ദിവസം ആണെന്ന് വിചാരിച്ച് ഇത് രണ്ടും മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ ഗൈസ്. വിശ്വാസം അതാണല്ലോ വലിയ. നോക്കാം എത്ര ദിവസം ആയിരിക്കുമെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് രണ്ടും. പിന്നെ ഇത് ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൻറ്റീസ് ഓൾറെഡി അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമുക്കത് കംഫർട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ട് ജസ്റ്റ് ഞാനിത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇത് മസ്റ്റ് ഹാവ് എന്ന് ചോദിച്ചാൽ 1-2 എണ്ണം ലൈക്ക് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരെണ്ണം വേണ്ടി വരും. നമ്മളുടെ പാൻറ്റീസ് വേണ്ടി വരും. അതിലൊരെണ്ണം നിങ്ങൾ മസ്റ്റ് ഹാവ് ആയിട്ട് എടുത്ത് വെച്ചേക്കണം. ഏതാണോ കംഫർട്ട് ആയിട്ടുള്ള, ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല, ലൈക്ക് ഒരുവിധം കംഫർട്ട് ആയിട്ടുള്ള എടുത്ത് വെക്കുക. കാരണം സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഡിസ്പോസിബിൾ ജസ്റ്റ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ബാലൻസ് നമുക്ക് എല്ലാം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ പാഡും പിന്നെ ഫേസ് ടിഷ്യൂസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇല്ലാണ്ട് ഞാനൊരു സോപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ കാരണം സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സിസേറിയൻ ആണെങ്കിൽ പ്രോബബ്ലി ഇത് ആവശ്യം വരൂല എന്തായാലും. സ്റ്റിച്ച് മാറണമല്ലോ. മറ്റേതാണെങ്കിൽ ലൈക്ക് നോർമൽ ആണെങ്കിൽ നോക്കാം, എങ്ങനെയാണോ നോക്കാം. ജസ്റ്റ് സേഫ്റ്റിക്ക് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇത് മസ്റ്റ് ഹാവ് എന്ന് ചോദിച്ചാൽ ലൈക്ക് 3 days ആണെങ്കിൽ എനിക്ക് അറിയത്തില്ല. മസ്റ്റ് ഹാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ ഉണ്ട്, ഫേസ് വാഷ്. അത് ഞാൻ എടുത്തില്ല. ഞാനിപ്പോൾ ഡെയിലി മുഖം കഴുകുന്നത് കൊണ്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. പക്ഷെ പോകുമ്പോൾ ഉറപ്പായിട്ട് ഞാനത് എടുക്കും. അല്ലെങ്കിൽ കെട്ടിയവൻ്റെ അടുത്ത് എടുത്തിട്ട് വരാൻ പറയും. ഓക്കെ, അത് നിങ്ങൾ മറക്കില്ലേ ഫേസ് വാഷ്. ഇത് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് എടുത്തതാണ്. പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ വന്ന് ഡിസ്പോസിബിൾ ചെപ്പലാണ് ആക്ച്വലി. അപ്പൊ ഇത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ. ഓക്കെ, ഞാൻ എന്തൊന്നും കാണിക്കണേ, സോറി. അയ്യോ വിട്ടോ, ഇങ്ങനെയല്ലേ? യെസ്, കറക്റ്റ്, ഇപ്പൊ കറക്റ്റ്. ഓക്കെ, ഇത് ഡിസ്പോസിബിൾ ചെപ്പലാണ്. ഇത് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പൊ എന്റെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. ഇനി ബേബിയുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട മസ്റ്റ് ആയിട്ട് ഹാവ് ആയിട്ടുള്ള ബേബി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ 2 ടൈപ്പ് സ്വാഡൽ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത് വേണം. സ്വാഡൽ ക്ലോത്ത് എന്തായാലും 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മസ്റ്റ് ഹാവ് ആണ്. പിന്നെ ബേബിക്ക് ഇടേണ്ട ഡ്രസ്സ്. ആക്ച്വലി ഇതൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ബേബിക്കുള്ള എല്ലാ ഐറ്റംസും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തേക്കും. ഓക്കെ, നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ അവർ തന്നെ നമുക്കെല്ലാം തരും. എല്ലാ ഐറ്റംസും നമുക്ക് തരും. ഡ്രസ്സ് ഉണ്ടാവും, പാമ്പേഴ്സ് ഉണ്ടാവും, അങ്ങനെ എല്ലാ ഐറ്റംസും, വെറ്റ് വൈപ്സ് എല്ലാം ഉണ്ടാവും. ബേബിക്കുള്ള എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം. ഞാൻ ജസ്റ്റ് സേഫ്റ്റിക്ക് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. മാക്സിമം മിക്കവാറും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ തരുന്നതായിരിക്കും യൂസ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. പിന്നെ ഇത് ബേബിയുടെ 2 ജോഡി നോർമൽ ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു സമ്മർ ടൈം ആയതുകൊണ്ട് ഞാൻ അത്ര ലൈക്ക് തിക്കായിട്ടുള്ള ഡ്രസ്സ് അല്ല എടുത്തേക്കുന്നത്, നോർമൽ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത്. പിന്നെ സ്വാഡിൽ ക്ലോത്ത് ഉണ്ടല്ലോ അത്. ഓക്കെ, അങ്ങനെ 2 ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇത് ജസ്റ്റ് ലൈക്ക് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് വേണമല്ലോ ബേബിക്ക് ക്ലോത്ത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ജോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പം എക്സ്ട്രാ ഒരെണ്ണം അവിടെ യൂസ് ചെയ്യേണ്ടി വന്നാലോ എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ 2 ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ജോഡി ക്യാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു ക്യാപ്പ് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും എനിക്ക് തോന്നുന്നു റിട്ടേൺ വരാൻ വേണ്ടിയിട്ടായിരിക്കും മിക്ക പറഞ്ഞത് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു ക്യാപ്പും പിന്നെ ഗ്ലൗസും. ഓക്കെ, ഗ്ലൗസും എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പേർ എടുത്ത് വെച്ചേക്കുന്ന ഗ്ലൗസ്. പിന്നെ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ബേബിക്ക് വേണ്ടിയിട്ട്. അതും ഷുവർ അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യും എന്നതാണ് ഞാൻ അറിഞ്ഞ്, എന്നാലും എടുത്ത് വെച്ചേക്കുന്നു ബ്ലാങ്കറ്റ്. പിന്നെ ബാത്തിങ് ടവല് മസ്റ്റ് ആണ്. ഓക്കെ, മസ്റ്റ് ഹാവ് ആണ്. ഒരെണ്ണം എഴുതിയേക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കണ കറന്റ്ലി. പിന്നെ എക്സ്ട്രാ ഞാൻ പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഫേസ് വാഷ് ഉണ്ട്, പിന്നെ ഒരു ഫ്ലാസ്ക് നമ്മൾ എന്തായാലും എടുത്ത് വെച്ചേക്കണം. കാരണം ഞാൻ ചൂടുവെള്ളത്തിന്റെ ആളാണ്. അപ്പൊ എനിക്ക് ഫ്ലാസ്ക് എന്തായാലും വേണ്ടി വരും. അവിടെ അത് കിട്ടോ നമുക്ക് അറിയത്തില്ലല്ലോ, എന്തായാലും എടുത്ത് വെച്ചേക്കണം. ഫ്ലാസ്ക് ഒരെണ്ണം വേണ്ടി വരും. പിന്നെ ഞാൻ വേറെ ചീപ്പ് ബണ്ണ്, തല കെട്ടേണ്ട ബണ്ണ്, ഇത് മാത്രമായിരിക്കും എക്സ്ട്രാ ഞാൻ ഇനി എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ എല്ലാം ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള. പിന്നെ ഇതിലും ഞാൻ പറഞ്ഞല്ലോ കൊച്ചിന്റെ എൻജോയ്ഡ് ഡ്രസ്സും എന്റെ ഫീഡിങ് ഡ്രസ്സും ആയിരിക്കും മിക്കവാറും ഞാൻ എടുത്തിട്ട് പോകുന്നത്. പിന്നെ ഈ മോയ്സ്ചറൈസർ ഇവിടെ ഞാൻ അതിനകത്ത് വെച്ചു, സോറി. പിന്നെ മോയ്സ്ചറൈസറും ആയിരിക്കും ഞാൻ എടുത്തിട്ട് പോകുന്നത്. വേറെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കെട്ടിയവന്റെ അടുത്ത് പറഞ്ഞാൽ കൊണ്ടുവരും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് 3 ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നോർമൽ ഡെലിവറി ആണെങ്കിൽ അവിടെ ഹസ്ബൻഡിന് നിൽക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് ആസ് എ വിസിറ്റർ ആയിട്ട് വന്നിട്ട് പോണം. അത് ലൈക്ക് പ്രൈവറ്റ് റൂം കിട്ടും, അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും ഗൈസ്. അത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നോക്കാം. ഞാനിപ്പോ എന്തായാലും നോർമലി വാർഡിലായിരിക്കും കിടക്കുന്നത്. ഡെലിവറി കഴിഞ്ഞ് ഹസ്ബൻഡ് ആസ് എ വിസിറ്റർ ആയിട്ട് വന്നിട്ട് പോകേണ്ടതായിട്ട് വരും. സോ ഡെയിലി വരുമ്പം അത്യാവശ്യമുള്ള സാധനം കൊണ്ടുവന്നാൽ മതിയല്ലോ. നമ്മളിങ്ങനെ ആദ്യം തന്നെ എല്ലാം കെട്ടിപ്പിറക്കി കൊണ്ടുപോകണ്ടല്ലോ. സോ അത്യാവശ്യമായിട്ടുള്ള ഇതിന്ന് അത്യാവശ്യമായിട്ടുള്ള ഇത്രയും മസ്റ്റ് ഹാവ് ആണ്, ഇതിന്ന് അത്യാവശ്യമായിട്ടുള്ള ഞാൻ കൊണ്ടുപോകും. പിന്നെ അവിടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള എടുത്തിട്ട് വരാൻ പറയാം എന്നതാണ് ഞാൻ വിചാരിച്ച് വെച്ചേക്കുന്നത് പ്രസന്റ്. ഓക്കെ, ഇപ്പം എന്റെ പ്ലാൻ അങ്ങനെയാണ്. ഇനി അത് ചേഞ്ച് ആവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോ ചേഞ്ച് ആയേക്കാം. ഞാനായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റൂല. അപ്പം ഇതാണ് സംഭവം. പിന്നെ ഹോസ്പിറ്റൽ ബാഗില് വേണ്ട സാധനങ്ങളെ ചെക്ക് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് വേണ്ടി വരും. പിന്നെ ഗ്ലാസ്, മഗ്, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ലൈക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലാസ്, മഗ്, സ്പൂൺസ്, എല്ലാ ഫുഡ് ഐറ്റംസ്, കഴിക്കേണ്ട എന്തെങ്കിലും അങ്ങനെയൊക്കെ വേണ്ടി വരും. സോ അത് തനിയായിട്ട് ഞാൻ കൊടുത്തേക്കാം. ജർമ്മനിയിൽ എങ്ങനെയാണെന്നുള്ളത്, എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് തനിയായിട്ട് 2 ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, പിന്നെ ഫുഡ് ഐറ്റം അത് മറക്കരുത് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ അത് മറന്നു. ഇവിടെ രാവിലെ 8 മണിയാകുമ്പം 8 അല്ലെങ്കിൽ 9 ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് തരും. പിന്നെ 12 മണിയാകുമ്പം അവര് തന്നെ ലഞ്ച് തരും, പ്രൊവൈഡ് ചെയ്യും ഹോസ്പിറ്റലിന്. പിന്നെ 5 മണി 6 മണിയാകുമ്പം ഡിന്നർ തരും. പക്ഷെ ഏർലി ഡിന്നർ ആയിരിക്കും, ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. സോ ഡിന്നർ തരും. അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് വിശന്ന എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാ ഈ പറഞ്ഞ പോലെ കെട്ടിയവൻ വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറയാം. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, കെട്ടിയവൻ വരുമ്പം രാവിലെ തന്നെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയാം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം എന്തെങ്കിലും സ്നാക്സ് ഞാൻ ജസ്റ്റ് ബാഗിൽ ഇട്ടേക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ബ്രെഡും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് പറ്റാത്തവർക്ക് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ട് വരാണ്ട് പെർമിഷൻ ഉണ്ട് കേട്ടോ. സോ അത് പ്രശ്നമല്ല. അപ്പം വരുമ്പം രാവിലെ എന്തെങ്കിലും കുക്ക് ചെയ്ത് എടുത്തിട്ട് വരാനോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ പക്ഷെ ഇന്ത്യൻ ഫുഡ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ കുക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ അല്ലെങ്കിൽ ബ്രെഡും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെയും കിട്ടും ക്യാൻറ്റീനിൽ. ഓക്കെ, അവരും ഇത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ ഈ ടൈമിങ്ങിൽ മാത്രമേ ഉള്ളൂ, ഇൻ ബിറ്റ്വീൻ വേറെ കിട്ടത്തില്ല ഫുഡ്. ഇവരുടെ ഒരു ടൈമിംഗ് സെറ്റപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിശക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ കയ്യിൽ കരുതി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ള. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലും വിട്ടുപോയി, പാക്ക് ചെയ്യാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് പറയാ. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഒന്നും കാണിക്കാത്ത, ഇവിടെ ഇവരെ ഞാൻ പറഞ്ഞില്ല എല്ലാം പ്രൊവൈഡ് ചെയ്യും. സോ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി, ബേബിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാർ സീറ്റർ മസ്റ്റ് ഹാവ് ആണ്. അപ്പൊ അതിൽ വിരിക്കേണ്ട ഷീറ്റും കൂടെ വേണം. അതിന് കഴിഞ്ഞ വീഡിയോ കാണിച്ച് ഞാൻ വാങ്ങിയതായിട്ട്. അപ്പൊ അതും കൂടെ ഞാൻ എടുത്തു വെക്കും ഇപ്പൊ എന്തായാലും. സോ ഇത്രയേ ഉള്ളൂ, ഇത്രയും മസ്റ്റ് ഹാവ് ആണ്. വേറൊരു കാര്യം കൂടെ, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒന്നും അവർ വീട്ടിൽ എടുത്തുകൊണ്ട് വരാൻ വിടത്തില്ല. അവിടെ യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വരിക. അവരെന്തായാലും അക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ ഉറപ്പായിട്ടും ബേബി വരുന്നതിന് മുമ്പേ നമ്മൾ വീട്ടിൽ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ മേടിച്ച് കരുതി വെച്ചേക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കുറച്ച് ബെറ്റർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഞാൻ അതും കൂടെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ചെക്ക് ലിസ്റ്റ് ഞാൻ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമല്ലോ. ഇപ്പം ഇന്ത്യയിലുള്ള ചെക്ക് ലിസ്റ്റും ജർമ്മനിയിലുള്ളതും ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കാം. ആരെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ
യൂസ്ഫുൾ ആവട്ടെ. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് വരച്ച് നീട്ടിക്കൊണ്ട് പോകണല്ലോ. ഞാൻ ഇന്നെങ്കിലും വിചാരിച്ചാണ് ചെറിയൊരു വീഡിയോ എടുത്തങ്ങ് നിർത്തണമെന്ന്. പക്ഷെ എടുത്തു വന്നപ്പം എല്ലാം പറഞ്ഞു വന്നപ്പം സമയമായി പോയി ഗൈസ്. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് പേഷ്യൻസിന് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ ഓൾ, ബൈ.